എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബോച്ച മൊണാലിസനെ ഇറക്കി തൻ്റെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്തതോടുകൂടി ഏറ്റവും കൂടുതൽ സംസാരിച്ച വിഷയം ഹണിറോസിനെ കുറിച്ചാണ്. ഹണിറോസ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അരിയിൽ നിന്ന് ആശാരിച്ചിനെ കടിച്ചു, എന്നിട്ടും പട്ടിക്ക് മുറുമുറുപ്പെന്ന് പറയുന്ന പോലെയായി കാര്യങ്ങൾ. ഇപ്പം മൊത്തം പൊതുസമൂഹത്തിലെ ആൾക്കാർക്കായി കുറ്റം. അപ്പോൾ നമുക്ക് ഹണിറോസിന്റെ കുറച്ച് ഇന്റർവ്യൂയുടെ ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. കൂടുതൽ സോഷ്യൽ ബുള്ളിയിങ് അനുഭവിച്ചിട്ടുള്ള വേറൊരാളുണ്ടാവും തന്നെ എനിക്ക് സംശയമാണ്. അത്രയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അത് മെസ്സേജുകളായാലും കൊമൻസ് ആയാലും അല്ലെങ്കിൽ വീഡിയോകളായാൽ പോലും എൻ്റെ പേര് പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള ശരീരഭാഗങ്ങൾ പരാമർശിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരുന്നത്. ആൾ ഒരു പാവം കുട്ടിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ തലക്കറിന്ന് നിരങ്ങും എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം ആയിരിക്കാം ചിലപ്പം. നമ്മൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കും തോറും ആളുകൾക്കൊരു ചിന്തയാണ് അവിടെ പോയി കൊട്ടിയാൽ ഒരു പ്രശ്നവുമില്ല, അവിടുന്ന് ശബ്ദമൊന്നും കേൾക്കില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കാം ആളുകൾക്ക് വന്നത്. അങ്ങനെ ഈ ഹണി ചേച്ചി ഇരുന്ന് പറയുകയാണ്, സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകൾ കാര്യങ്ങൾ എല്ലാം പുള്ളിക്കാരിക്കെതിരെ വന്നത് പുള്ളിക്കാരുടെ വസ്ത്രധാരണം കൊണ്ടാണ് എന്ന തരത്തിലാണ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, ഈ കുട്ടിയുടെ അടുത്ത് എന്ത് വേണേലും പറയാം, ഇവർ തിരിച്ച് പ്രതികരിക്കില്ല, അതുകൊണ്ടാണ് എല്ലാവരും എന്നെ മെക്കിട്ട് കയറുന്നത് എന്ന തരത്തിലാണ് പറയുന്നത്. ഈ ഹണിറോസ് ഇതുപോലെ വെച്ചുകെട്ടുമായിട്ട് വന്ന് ഓരോ സ്റ്റേജ് ഷോയിലും നിന്ന് ചെയ്യുമ്പോൾ അവരുടെ ഓരോ ബോഡി ഭാഗങ്ങളെ എടുത്തു വെച്ചിട്ട് അവരുടെ ബോഡി ഷെയ്മിങ് നടത്തുന്നു എന്നാണ് പറയുന്നത്. നാട്ടിലെ ആൾക്കാർക്ക് വിവരമില്ല, അതുകൊണ്ടാണ് ഇവർ ഈ തരത്തിലുള്ള കമൻറ്റുകളൊക്കെ പാസ് ചെയ്യുന്നതാണ് പുള്ളിക്കാരി പറയാതെ പറയുന്നത്. അങ്ങനെ ചുമ്മാ ചെന്ന് ഒരാളുടെ മെക്കിട്ട് കയറാൻ പറ്റുമോ? ചുമ്മാ ചെന്ന് അങ്ങനെ വിഷയം ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു പാവം കുട്ടിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് വിചാരിച്ചിട്ടാണോ സോഷ്യൽ മീഡിയ ഓരോ കാര്യത്തിനും റിയാക്ട് ചെയ്യുന്നത്? ഇപ്പം ഓരോരുത്തരും ഓരോ രീതിയിൽ വരുന്നു. ഇപ്പോൾ മൊണാലിസനെ തന്നെ നോക്കി, മൊണാലിസൻ്റെ നിഷ്കളങ്കമായ ചിരി കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടു വന്നു. ബോച്ചയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബോച്ചയുടെ സ്വഭാവ രീതികൾ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ബോച്ച ഡബിൾ മീനിങ്ങിൽ സംസാരിക്കാറുണ്ട്, സ്ത്രീയിലെ ചൊവ്വയുള്ള വാക്കുകളൊക്കെ സംസാരിക്കാറുണ്ട്. എന്നിട്ട് പോലും ബോച്ചനെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അയാൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിയും കൂടി കണ്ടിട്ടാണ് ആൾക്കാർ അയാളെ ഇഷ്ടപ്പെട്ടത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? മനുഷ്യർ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ ഈ ഇന്നർ മീനിങ് സംസാരിക്കുകയോ സ്ത്രീകളെ അധിക്ഷേപിക്കുകയോ എന്ത് വേണേലും ചെയ്തോട്ടെ, അവരതൊന്നും ഒരു ബാധിക്കുന്ന പ്രശ്നമല്ല. അത് അയാളുടെ കാര്യം. എന്നാൽ അയാൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെയാണ് ജനങ്ങൾ എടുത്ത് പുകഴ്ത്തുന്നത്. അയാൾ ഏറ്റവും കൂടുതൽ ചെയ്തത് ജനങ്ങൾക്ക് ഉപകാരമുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ കണ്ട് വിലയിരുത്തിയിട്ടാണ് അയാളെ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ അയാളുടെ വായിൽ നിന്ന് ഇങ്ങനത്തെ വർത്താനം വരാറുണ്ട്, സ്ത്രീകളെ അധിക്ഷേപിക്കാറുണ്ട്. എന്തിനേറെ പറയുന്നത്, സ്ത്രീകൾ പോലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ലേ? സ്ത്രീകളെ അധിക്ഷേപിച്ചാണ് അയാൾ ഒരുപാട് കമൻറ്റുകൾ ഇട്ടു. ഈ ഹണിറോസിനെ തന്നെ കുന്തി ദേവിയുടെ പരാമർശം നടത്തി, മാലയിട്ട് കൊടുത്തിട്ട് കൈക്ക് പിടിച്ച് തിരിച്ചിട്ട് പുറകുവശം കൂടെ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ഡബിൾ മീനിങ് തന്നെയല്ലേ? എന്നിട്ടും ആൾക്കാർ എന്തുകൊണ്ട് വീണ്ടും അയാളെ ഇഷ്ടപ്പെടുന്നു വെച്ചാൽ, ആ ഒരു അയാൾ ചെയ്ത നന്മയെ കണ്ടുകൊണ്ട് ആ ഒരു ബാഡ് സ്വഭാവം എന്നുള്ളത് അവർ കാണാതെ നടിച്ചു എന്നുള്ളതാണ്. നിങ്ങളുടെ വസ്ത്രധാരണം, അതാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി. ഹണിറോസ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിൽ വരുന്നത് പൊതുസമൂഹത്തിൽ ഇവർ വരുമ്പോൾ അല്ലെങ്കിൽ പൊതു പരിപാടിക്കൊക്കെ ഇവർ വരുമ്പോൾ ഇടുന്ന വസ്ത്രധാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ആൾക്കാർ കമൻറ്റ് ചെയ്തത്. അത് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും. നിങ്ങളൊരു പാവം കുട്ടിയാ, അതുകൊണ്ട് നിങ്ങൾക്കെതിരെ പ്രതികരിച്ചു എന്നല്ല. പാവമോ പണക്കാരനോ നല്ല സ്വഭാവമുള്ളവരോ ചീത്ത സ്വഭാവമുള്ളവരോ ദേഷ്യപ്പെടുന്നവരോ ദേഷ്യമില്ലാത്തവരോ എന്തും ആയിക്കൊള്ളട്ടെ, സോഷ്യൽ മീഡിയ പ്രതികരിക്കുന്നതിന് പ്രതികരിക്കില്ല. അവർ കാണുന്നതാ പ്രതികരിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ മനസ്സിൽ കയറിയിരുന്ന് നോക്കിയിട്ട് പ്രതികരിക്കാൻ പറ്റുമോ? അവർ മനസ്സിലാക്കുന്നത് എന്താണ്? നിങ്ങളുടെ വസ്ത്രധാരണങ്ങളെ വെച്ച്, നിങ്ങളുടെ സംസാര രീതി വെച്ച്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജിന് വെച്ച് ഒക്കെയാണ് എല്ലാവരും വിലയിരുത്തുന്നത്. അതിനുശേഷം വന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവർക്ക് വെളിവില്ലാത്തതുകൊണ്ട് ഒരു പാവം കൊച്ചിൻ്റെ മേലെ മെക്കിട്ട് കയറുന്നു എന്ന തരത്തിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ ചേച്ചിയുടെ ഇൻ്റർവ്യൂയുടെ കുറച്ച് ഭാഗം കൂടെ കണ്ടു നോക്കാം. പറയുന്ന ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൻ്റെ കാര്യമാണെങ്കിൽ അന്ന് പ്രതികരിച്ചില്ല എന്നുള്ളതല്ല, ആ സിറ്റുവേഷൻ എനിക്ക് പ്രതികരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലായിരുന്നു. അതിപ്പം ഇരുന്ന് ആലോചിച്ചാലും അതല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായവും എൻ്റെ ഉറച്ച വിശ്വാസവും. അതിനുശേഷം ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഫോം ചെയ്യേണ്ട ആളുകളെ ഇൻഫോം ചെയ്യും. കാര്യം പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അന്ന് ഈ കുന്തി ദേവി പരാമർശം നടത്തി, അതായിരുന്നല്ലോ പുള്ളിക്കാരി ബോച്ചയ്ക്കെതിരെ കൊടുത്ത കേസ്. ഹണിറോസ് ഇപ്പോൾ പറയുന്നു, ആ ഓൺ ദ സ്പോട്ടിൽ വെച്ച്, അതായത് ആ സ്റ്റേജിൽ വെച്ച് എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ലായിരുന്നു, പ്രതികരിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് പ്രതികരിക്കാൻ പറ്റാത്ത സാഹചര്യം? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവർ വന്നു ഉദ്ഘാടനത്തിന്, അവർ വന്നു, അവർ റെസ്പെക്റ്റീവായിട്ടുള്ള ഒരു സിനിമാ മേഖലയിൽ നടക്കുന്ന ഒരു വ്യക്തി ഹണിറോസ് വന്നു ഉദ്ഘാടനത്തിന് വന്നതിന് ശേഷം സ്റ്റേജിൽ നിന്ന് ഈ ബോച്ച പറയാണ്, കുന്തി ദേവിയെ പോലെ ഇരിക്കുന്നു, എനിക്ക് ഹണിറോസിനെ കാണുമ്പോൾ കുന്തി ദേവീനെ ഓർമ്മ വരുന്നതെന്ന് പറയുന്നു. പിന്നെ മാല ഇട്ട് കൊടുത്തിട്ട് പുറവശം കൂടെ കാണട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചു നിർത്തും. ഇതൊക്കെയാണല്ലോ അവർ ബോച്ച ചെയ്ത തെറ്റുകൾ. അതായത് അതായിരുന്നു ബോച്ചയ്ക്കെതിരെ കംപ്ലൈൻറ്റിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഓൺ ദ സ്പോട്ടിൽ അവിടെ വെച്ച് പ്രതികരിക്കണമായിരുന്നു ഹണിറോസ്. അവിടെ വെച്ച് എനിക്ക് പ്രതികരിക്കാൻ പറ്റാത്ത സാഹചര്യം എന്താണ്? ആ സാഹചര്യം എന്ത് സാഹചര്യത്തിലാണ്?
ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് കിട്ടാനുള്ള പ്രതിഫലം കിട്ടാതെ പോകും. ഓൺ ദ സ്പോട്ടിൽ പ്രതികരിച്ച് ബോയ്ക്കോട്ട് ചെയ്ത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് കിട്ടേണ്ട പ്രതിഫലം കിട്ടത്തില്ല. ഈ ഒരു ഉദ്ഘാടനത്തിന് വരുമ്പോൾ അവർക്ക് എത്ര പ്രതിഫലമാണോ അവരുടെ സ്റ്റാർഡം അനുസരിച്ച് കൊടുക്കുന്നത് അത് കിട്ടത്തില്ല. അവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് ഉണ്ടാവും, ഒരുപക്ഷെ ഇവരുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ അവരുടെ കൂടെ വരുന്ന മറ്റ് ഹെൽപ്പേഴ്സ് ആയിട്ടുള്ള സ്റ്റാഫിനൊക്കെ ചിലപ്പം ഈ ബോച്ചി ആയിരിക്കണം പൈസ കൊടുക്കേണ്ടത്. അത് ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടാണ് പോയിട്ട് നിങ്ങൾ പരാതിപ്പെടുന്നത്. അതുകൊണ്ടാണോ അതായിരുന്നോ നിങ്ങളുടെ സാഹചര്യം? നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങി പോരാൻ പറ്റാതിരുന്ന സാഹചര്യം അതാണോ? ഏതായിരുന്നു നിങ്ങളുടെ സാഹചര്യം? ആ ഓൺ ദ സ്പോട്ടിലാണ് പ്രതികരിക്കേണ്ടത്. നിങ്ങളുടെ ബോഡി നിങ്ങളുടെ ഇതാണ്. അപ്പോൾ നിങ്ങളുടെ ബോഡീനെ ഷെയിം ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഡബിൾ മീനിങ് സംസാരിക്കുന്നു, നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയ നിമിഷത്തിലാണ് പ്രതികരിക്കേണ്ടത്. അവിടെ വെച്ച് നിങ്ങൾ പ്രതികരിച്ചിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ ആരായേനെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ നിമിഷം നിങ്ങൾ പ്രതികരിച്ചിരുന്ന എല്ലാ ആൾക്കാരും നിങ്ങളുടെ ഒപ്പം നിൽക്കത്തില്ലായിരുന്നോ? ഇപ്പോൾ എന്തുകൊണ്ട് ബോച്ചയുടെ പിന്നാലെ ആൾ പോയി, എന്തുകൊണ്ട് പിന്നാലെ വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയില്ലേ? നിങ്ങൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കില്ല. എന്തായാലും നിങ്ങൾക്കിപ്പം ഇഷ്ടംപോലെ പൈസയൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ. എന്താ പൈസ ഇല്ലാഴികയാണോ? നിങ്ങൾ സിനിമയിൽ അഭിനയിച്ചും അഡ്വർടൈസ്മെൻറ്റ് ചെയ്തൊക്കെ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം വരുമാനമുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ വിചാരിക്കണം ഈ പൈസ എനിക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ആ സ്റ്റേജ് വിട്ടു പോകണ്ടേ? അല്ല, എൻ്റെ സ്റ്റാഫിന് പൈസ കൊടുക്കണേ, എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ കൊടുത്താൽ എൻ്റെ ആത്മാഭിമാനം വിറ്റിട്ട് ഞാൻ അവിടെ നിൽക്കില്ല എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കായിരുന്നില്ലേ? അങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങി പോകണമായിരുന്നു. അതല്ലായിരുന്നു അന്തസ്സ്? അതെല്ലാം കഴിഞ്ഞ് എനിക്ക് അവിടെ നിന്നപ്പോൾ എനിക്കത് പറ്റാത്ത സാഹചര്യമായിരുന്നു. പിന്നീട് ഞാനത് മനസ്സിലാക്കി കേസ് കൊടുത്തു എന്ന് വെച്ചാൽ അർത്ഥം എന്താ? പ്രതിഫലം എല്ലാം വാങ്ങി കയ്യിൽ മേടിച്ച് വെച്ചു, എനിക്ക് കിട്ടേണ്ടെല്ലാം കിട്ടിക്കഴിഞ്ഞു, എന്നാൽ അവറ്റ് 2 കൊട്ട് കൊടുത്തേക്കാന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയില്ലേ? ഇപ്പം മനസ്സിലായില്ലേ സോഷ്യൽ മീഡിയ എന്തുകൊണ്ട് അതിനെതിരെ പ്രതികരിച്ചു എന്ന്? നിങ്ങൾ തക്ക സമയത്ത് പ്രതികരിച്ചിരുന്ന ആൾക്കാർ നിങ്ങളുടെ ഒപ്പം നിൽക്കത്തുള്ളായിരുന്നു. ഈ ബോഡി ഷെയ്മിങ്ങും ഈ കാര്യങ്ങളൊക്കെ മിക്ക സ്ത്രീകൾ, നിങ്ങൾ പറയുന്ന പോലെ തന്നെ ശരിയാണ്, മിക്ക സ്ത്രീകളും ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ നോ എന്ന് പറയുന്നില്ല. ബോബി ചെമ്മണ്ണൂർ ചെയ്ത കാര്യം വലിയ കാര്യമൊന്നും പൂഴ്ത്തി പറയുമല്ല. ബോബി ചെമ്മണ്ണൂർ ചെയ്തതും തെറ്റാണ്. സ്ത്രീകളെ അപമാനിക്കാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കാൻ പാടില്ലായിരുന്നു, ആ സ്ത്രീയിലെ ചൊവ്വയുള്ള കമൻറ്റുകൾ പാസ് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നിരുന്നാൽ പോലും ഇതൊക്കെ സ്റ്റേജിൽ നിന്ന് ഇയാൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നിട്ട് ഇപ്പം വന്നിട്ട് പറയാണ് അതിനെനിക്ക് സാഹചര്യം അനുവദിച്ചിരുന്നില്ല, പിന്നെ ഞാനത് മനസ്സിലാക്കി കേസ് കൊടുത്തു എന്ന് വെച്ചാൽ പൊതുവായ സമൂഹം, അല്ലാതെ ഇത് കേൾക്കുന്ന മനുഷ്യർ ചിന്തിക്കുന്ന എന്താണ്? അവൾക്ക് കിട്ടാനുള്ള പ്രതിഫലമൊക്കെ വാങ്ങി, എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് അയാൾക്കെതിരെ കേസ് കൊടുത്തു എന്നല്ലേ പറയൂ? അത് തന്നെയല്ലേ ഇപ്പോൾ പറയണത്. വസ്ത്രം എന്ന് പറയുന്നത് നമുക്ക് കംഫർട്ടായിട്ട് ഇടാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. അതല്ലാതെ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയോ അവരെന്താണെന്നൊന്നും ആ വസ്ത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പലരും പറയുന്നത് നിങ്ങൾ നാടൻ വസ്ത്രം ഇട്ടാൽ മാത്രമേ ഒരു നല്ല സ്ത്രീയായി മാറുന്നുള്ളൂ എന്നൊക്കെയുള്ള ചിന്താഗതി ഇപ്പോഴും വെച്ചു പുലർത്തുന്ന ഒരു കൂട്ടം, ഒരു ചെറിയ ശതമാനമെങ്കിലും ആളുകളുണ്ടെന്ന് പറയുന്നത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു ഷോക്കാകേണ്ട കാര്യമൊന്നുമില്ല. ഓരോരുത്തർക്കും ഇപ്പം ഹണി റോസ് പറഞ്ഞ ശരിയാണ്, അവരവരുടെ ഇഷ്ടത്തിനാണ് അവരൊരു ഡ്രസ്സ് ഇടുന്നത്. അതിന് ഇന്ത്യൻ ഭരണഘടനയോ അല്ലെങ്കിൽ നമ്മുടെ കേരള സർക്കാരോ ഒന്നും എതിര് നിൽക്കുന്നൊന്നുമില്ല, ഒക്കെ ശരി തന്നെ. മെസ്സേജുകൾ കണ്ട് എനിക്ക് സഭ്യമായിട്ട് തോന്നിയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സഭ്യമായിട്ട് തന്നെ മെസ്സേജ് ചെയ്യണം നിർബന്ധമുണ്ടോ? അല്ല, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതിപ്പം നിങ്ങളുടെ വസ്ത്രധാരണം ഇഷ്ടപ്പെടുന്നവരുണ്ട്, നിങ്ങളുടെ വസ്ത്രം ഇഷ്ടപ്പെടുന്നവർ ആൺ പെണ്ണ് വ്യത്യാസമില്ലാതെ ഇഷ്ടപ്പെടുന്നവരില്ലേ എന്ന് പറയുന്നവർ അത് ഇഷ്ടക്കേടുള്ളവരും ഉണ്ട്. നമ്മളത് മനസ്സിലാക്കണം. ഇന്ത്യൻ ഭരണഘടന അനുസരിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സുകളാണ് ഞാൻ ഇടുന്നുള്ളൂ, അതുകൊണ്ട് എന്താ ആരും മിണ്ടാതിരിക്കണം എന്നാണോ? എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്, അത് വേറൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പോൾ ഹണി റോസിന് ഇഷ്ടപ്പെടണമെന്നുണ്ടോ? ഞാൻ സാധാരണ ഡ്രസ്സ് ഇടുന്ന ആളാണ്. ചിലർ നല്ല ഫാൻസി ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നവരാ, ചിലർ സാരി ഉടുക്കുന്നവർ, ചിലർ ചുരിദാർ ഇടുന്നവർ, അങ്ങനെ അത് അവരുടെ ഇഷ്ടം. അതിനൊക്കെതിരെ ഓരോരുത്തർക്ക് ജഡ്ജ് ചെയ്യാൻ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് പറ്റില്ല. പക്ഷേ അത് ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ടാവും. ഇപ്പം നിങ്ങളെപ്പോലുള്ളൊരു സെലിബ്രിറ്റി ആകുമ്പം 2 തരത്തിലും പ്രതികരിക്കും. നിങ്ങളുടെ ആരാധകർ 2 തരത്തിലും പ്രതികരിക്കും. അവരും നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് അങ്ങനെ പ്രതികരിക്കുന്നത്. ഇപ്പോൾ ചില അമ്മമാരെ എടുത്തു നോക്കിയേ, ഇപ്പോൾ ഹണി റോസിൻ്റെ അതേ പ്രായമുള്ള മക്കളുള്ള അമ്മമാരാണ് എന്ത് പറയും? ഹണി റോസ് ഇച്ചിരി കൂടി നല്ല ഡ്രസ്സ് ഇട്ടിരുന്നെങ്കിൽ എന്നല്ലേ പറയുള്ളൂ. അല്ലാതെ അവൾ ഇച്ചിരി കൂടെ തുണി കുറച്ച് കൊടുക്കുക, അല്ലേ ഇച്ചിരി കൂടെ നീളം കുറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുമോ? ഇല്ലല്ലോ. അത് അവരുടെ വ്യക്തിപരമായി അവർക്ക് തോന്നിയൊരു ഫീലിങ്സാണ് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് കമൻറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇഷ്ടക്കേടും കൊണ്ടും കമൻറ്റ് ചെയ്യും. അതൊക്കെ ഈ 2 കാര്യവും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. നിങ്ങൾ മാത്രം എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇടുള്ളൂ, നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ, സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് എനിക്കെതിരെ കമൻറ്റ് ഇടുവാണ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടമുള്ളവരും ഇഷ്ടക്കേടുള്ളവരും ഉണ്ട്. അതിന് നിങ്ങളുടെ എല്ലാ കമൻറ്റും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. എനിക്കതൊരു കുഴപ്പമില്ല, അതിനൊരു പരിധിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ശരിയാവണേ എങ്ങനെ? നിങ്ങൾ പറയുന്നു മറ്റുള്ളവരുടെ ഇതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. അതുപോലെ തന്നെയല്ലേ സോഷ്യൽ മീഡിയയിലെ ആൾക്കാരും, അവർക്ക് നിങ്ങളുടെ മനസ്സനുസരിച്ച് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ ഇഷ്ടത്തോടെ ഇട്ട ഡ്രസ്സാണ്, അത് കണ്ടിരുന്ന ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിന് അയാൾ കമൻറ്റ് ചെയ്തു എന്ത് ഡ്രസ്സാന്ന് ചോദിച്ചു. അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഇതും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. എന്ന് പറയുമ്പോൾ കൊക്കെന്ന് കേൾക്കുമെന്നുള്ള രീതിയിൽ അത് കേൾക്കുന്നതല്ല, അതങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നതാണ്. നമ്മൾ പറയുന്നത് സൈബർ ഇടങ്ങളിൽ നമ്മൾ ഏറ്റവും മോശമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൈമിനെതിരെയാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പരാതിപ്പെട്ടേക്കുന്നത്.
പക്ഷേ അത് വളരെ മനോഹരമായിട്ട് ഒരു വസ്ത്രത്തിൻ്റെ പേരിൽ വസ്ത്രം മോശമായതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നതെന്നുള്ള രീതിയിൽ ചെറുതായിട്ട് ഡൈവേർട്ട് ചെയ്ത് വളരെ മനോഹരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഒരിക്കലുമല്ല എൻ്റെ വസ്ത്രത്തിൽ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർത്തും വ്യത്യസ്തമായൊരു വിഷയമാണ്, നമുക്കത് ചർച്ച ചെയ്യുന്നതിന് പ്രശ്നമില്ല. നമുക്ക് കംഫർട്ടായിട്ടുള്ള വസ്ത്രം ധരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിനുള്ള എല്ലാ ഫ്രീഡവും തരുന്ന രാജ്യത്തും സംസ്ഥാനത്തുമാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ല, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് പുള്ളിക്കാരി പറയണത് എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരി കേസ് കൊടുത്തല്ലോ ബോച്ചയ്ക്കെതിരെ. അപ്പോൾ ഈ കേസ് കൊടുത്തതിന് ശേഷം ഈ പുള്ളിക്കാരിയുടെ വസ്ത്രധാരണത്തിലേക്കായി ജനങ്ങളുടെ ചർച്ച. അങ്ങനെ ഈ കേസിൻ്റെ ഇത് ചെറുതായ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് വഴിതിരിച്ചു വിട്ടു എന്ന്. എന്ത് വഴിതിരിച്ചു വിടല അത്? പലരുടെയും കമൻറ്റ് ഞാൻ കണ്ടു. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർക്കാവുന്ന ഒരു വിഷയത്തെ നിങ്ങൾ കൊണ്ട് കേസ് കൊടുത്തത് വേറെ രീതിയിലായി പോയില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതും ശരിയായ കാര്യമല്ലേ? അല്ലാതെ നിങ്ങളുടെ വസ്ത്രധാരണത്തിനെ അത് വഴിതിരിച്ച് വിട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ നിങ്ങൾക്ക് തന്നെ ബോധം വന്നോ? നിങ്ങളുടെ ഇട്ട വസ്ത്രം അത്ര നല്ലായിരുന്നു എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വന്നോ? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചത്? ഏത് പോയിന്റിലാണ് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചത്? ഞാൻ എൻ്റെ എൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് ഇത് സോഷ്യൽ മീഡിയയിൽ വഴിതിരിച്ച് വിട്ടു എന്ന് പറയുമ്പം നിങ്ങൾ സ്വയം അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണോ അങ്ങനെ പറയുന്നത്? ഈ വസ്ത്രധാരണം ജനങ്ങൾ വാനോളം പുകഴ്ത്തിക്കൊണ്ട് എടുത്തു പറഞ്ഞ് അത് നിങ്ങൾ ഹണി റോസിൻ്റെ ബെസ്റ്റ് ഡ്രസ്സാന്നുള്ള, ഇനി ഏറ്റവും നല്ല ഉദ്ഘാടക എന്നുള്ള അവാർഡ് കൊടുക്കുന്നത് പോലെ തന്നെ ഹണി റോസ് ഏറ്റവും നല്ല വസ്ത്രധാരണം നടത്തുന്ന ആളെന്നുള്ള അവാർഡ് നിങ്ങൾക്ക് തരണോ? അങ്ങനെ പറ്റില്ല. കാരണം പല ആൾക്കാർക്ക്, ഓരോ വ്യക്തികൾക്കും ഓരോ അഭിപ്രായങ്ങളാണ്. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. നിങ്ങളുടെ വസ്ത്രധാരണത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. നിങ്ങളുടെ സംസാരത്തെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരുണ്ട്. നിങ്ങളുടെ ഫീച്ചേഴ്സിനെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ കമൻറ്റ് ചെയ്യൂ. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണ്ടേ? നിങ്ങളുടെ കേരളത്തിലെ ജനങ്ങളുടെ ചിന്താഗതി മാറണം, കേരളത്തിലെ പുരുഷന്മാരുടെ ചിന്താഗതി മാറണം, സ്ത്രീകളുടെ ചിന്താഗതി മാറണം. ഇങ്ങനെയൊന്നും അല്ല, അതൊക്കെ പണ്ട് കാലത്ത് അങ്ങനെയൊന്നും അല്ലായിരുന്നു, ഇപ്പോൾ വന്ന മാറ്റങ്ങൾ അതാണ്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കണേ എങ്ങനെയാണ് നടക്കണേ? ഓരോ തരത്തിലും ഓരോ തലത്തിലും ആൾക്കാരുടെ ചിന്താഗതികൾ വ്യത്യാസമാണ്, ജനങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ വ്യത്യാസമാണ്. നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഒരു വസ്ത്രം അവരുടെ സ്വാതന്ത്ര്യമാണെന്ന് നിങ്ങൾ പറയുന്ന പോലെ തന്നെയാണ്. നിങ്ങൾ പറയുവാണ് സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അധിക്ഷേപമാണ് എന്ന് പറയുമ്പോൾ ഞാനും അംഗീകരിക്കുന്നു. അപ്പം അത് മൂവിയിലും പാടില്ല, ബോച്ച ചെയ്യുന്നതും പാടില്ല. ലാലേട്ടനും ആ ഡയലോഗ് ഡെലിവറി ചെയ്യുമ്പോൾ നിങ്ങൾ പറയണമായിരുന്നു, കട്ട് ചെയ്ത് കളയാൻ പറയണമായിരുന്നു സിനിമയിൽ നിന്ന്. ഇങ്ങനെയുള്ള സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഡയലോഗുകളൊന്നും മൂവിയിൽ വേണ്ടാന്ന് പറയണമായിരുന്നു. അതൊന്നും പറഞ്ഞില്ലല്ലോ. ആ മൂവിയിൽ അങ്ങനെ തന്നെ വന്നുമല്ല. അപ്പോൾ മൂവിയിലാണെങ്കിൽ കുഴപ്പമില്ല, നിത്യജീവിതത്തിലാണ് അതാവാന്നാണോ? അപ്പം ഞാൻ ചോദിക്കുന്നേക്ക്, ബോച്ചയെ പോലുള്ള ഒരാൾ ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ മറ്റുള്ളവരെ. അപ്പോൾ അതാ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ബോച്ചയെ പോലുള്ള ആൾക്കാർ ഡബിൾ മീനിങ് സംസാരിക്കുകയും അത് ഇൻഫ്ലുവൻസ് ചെയ്ത് മറ്റുള്ളവർ അനുകരിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ, അത് തന്നെയല്ലേ മൂവിയും ചെയ്യുന്നത്. മീനുണ്ട് മനഞ്ഞിലെന്ന് പറഞ്ഞാൽ, അതാണ് പാമ്പിൻ്റെ അടുത്ത് നിന്ന് തല കാട്ടി രക്ഷപ്പെടും, മീനിൻ്റെ അടുത്ത് നിന്ന് വാല് കാട്ടി രക്ഷപ്പെടും എന്ന് പറഞ്ഞ പോലെ ഓരോന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് വഴിമാറി അപ്പുറത്തേക്ക് ചാടും, അവിടുന്ന് വഴിമാറി ഇപ്പുറത്തേക്ക് ചാടും. എന്നിട്ട് ഏതെങ്കിലും ഉരുട്ടി പെരട്ടി ഒരു ഉത്തരം നിങ്ങൾ പറയും. ഇൻ്റർവ്യൂ ചോദിക്കുന്ന ചോദ്യത്തിന് ഇതിന് കറക്റ്റായിട്ടൊരു ഉത്തരം പോലും നിങ്ങൾ പറയുന്നില്ല ഒരു കാര്യത്തിലും. നിങ്ങളിപ്പം ഇച്ചിരി ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വന്നു, ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യണോ? നിങ്ങളുടെ ഇഷ്ടമാണത്, ചെറിയ ഡ്രസ്സ് ഇട്ടിട്ട് വരണത്. നിങ്ങൾ അല്ലെങ്കിൽ ഒരു ബിക്കിനി പോലെ ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങൾ വന്നു, ഈ ജനങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യണോ? അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനാണ് നിങ്ങൾ ഇട്ടേ എന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യണോ? അങ്ങനെയൊന്നുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ജനങ്ങളുടെ ചിന്താഗതി മാറിയില്ല എന്ന് പറയരുത് നിങ്ങൾ. അത് നിങ്ങളുടെ മാത്രം ഇഷ്ടത്തിനാണ് നിങ്ങൾ വന്നേ. സോഷ്യൽ മീഡിയ ഉറപ്പായിട്ട് എടുത്ത് പ്രതികരിക്കും. ഇതെല്ലാം ശേഷം ഈ അവതാരകൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ബോച്ചയുടെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് മൊനാലിസ എന്ന് പറഞ്ഞ വൈറൽ താരത്തെയാണ് കൊണ്ടുവന്നത്. ഹണി റോസിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കും. പുള്ളിക്കാരി പറഞ്ഞ മറുപടി എന്താണെന്ന് കേട്ട് നോക്കാവേ. ഒന്നും തോന്നാനില്ല, ഞാൻ കണ്ടിട്ടുമില്ല. അത് വലിയ സംഭവമായി പോയി. ഒന്നും എനിക്ക് തോന്നിയില്ല. അത് വേണേ കറക്റ്റ്, അത് പറഞ്ഞ് വേണേ അവസാനിപ്പിക്കായിരുന്നു. എനിക്കൊന്നും തോന്നിയില്ല. ഓക്കെ, അത് എനിക്ക് പ്രത്യേകിച്ച് എന്ത് തോന്നാനാ എന്ന് പറഞ്ഞ് വേണേ അതിനെ ഉത്തരം അങ്ങ് അവസാനിപ്പിക്കായിരുന്നു. കണ്ടിട്ടുമില്ല എന്ന് പറഞ്ഞത് പച്ചക്കള്ളം. എനിക്ക് അങ്ങനെ തോന്നി. കാരണം ആ കുട്ടി സോഷ്യൽ മീഡിയയിൽ അത്രയും വൈറലായി നിന്ന കുട്ടി, ഈ ബോച്ചെ വന്നപ്പോൾ ബോച്ച ആ കുട്ടീനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സംഗതിയാണ്. അതിൽ ഈ പുള്ളിക്കാരിയുടെ പേരും കൂടെ വെച്ചിട്ടാണ് ചർച്ച ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരി ശ്രദ്ധിക്കാതിരിക്കില്ലേ? ആരാണേലും ശ്രദ്ധിക്കുമല്ലോ. വന്നിട്ട് പുളു അടിക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കൂ. മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.